ഇസ്രായേലിന്റെ ചാരസംഘടനയാണ് മൊസാദ്. നിരവധി പലസ്തീൻ നേതാക്കളെ വിദേശത്ത് വെച്ച് കൊലപ്പെടുത്തിയതിനു പിന്നിൽ കറുത്ത കരങ്ങൾ ഈ സംഘത്തിൻ്റെതായിരുന്നു. ജോർദാനിൽ വെച്ച് ഹമാസ് നേതാവ് ഖാലിദ് മിഷലിയെ വധിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതും സംഘത്തിലുള്ളവരെ അറസ്റ്റ് ചെയ്തതും മൊസാദിനെ കുരുക്കിയ സംഭവമായിരുന്നു. എങ്കിലും മിക്ക ഓപ്പറേഷനുകളിലും മൊസാദ് വിജയം കണ്ടു. അതിനിടെയാണ് ഹമാസിന്റെ രാഷ്ട്രീയകാര്യ അധ്യക്ഷനും പലസ്തീൻ മുൻ പ്രധാനമന്ത്രിയുമായ ഇസ്മായിൽ ഹനിയെ ഇറാനിൽ വെച്ച് എങ്ങനെയാണ് മൊസാദ് വധിച്ചത് എന്ന വിവരം പുറത്തുവരുന്നത്. ഹനിയുടെ മൃതദേഹം ഖത്തറിൽ കബറടക്കിയതിന് പിന്നാലെ തിരിച്ചടിയുണ്ടാകുമെന്ന ആശങ്കയിലാണ് ഇസ്രായേൽ. പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതിന് പിന്നാലെ ഇസ്രായേലും അമേരിക്കയും എന്തിനും തയ്യാറായി നിൽക്കുകയാണ്. പുതിയ വിവരങ്ങൾ ഇങ്ങനെയാണ്. ഇറാനിലെ പുതിയ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു ഹനിയ. പ്രസിഡന്റുമായും ആത്മീയ നേതാവ് അലി ഖാനയുമായും ഹനിയ ചർച്ച നടത്തിയതിനു ശേഷമാണ് തലസ്ഥാനമായ തെഹ്റാനിലെ താമസ സ്ഥലത്തെത്തിയത്. അദ്ദേഹത്തിന്റെ മുറിയിൽ സ്ഥാപിച്ച ബോംബുകൾ പൊട്ടിയായിരുന്നു മരണമെന്നായിരുന്നു ആദ്യ റിപ്പോർട്ട്. ഇറാൻ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചത് കഴിഞ്ഞ മെയ് മാസത്തിലായിരുന്നു. അന്ന് സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ ഹനിയ തെഹ്റാനിലെത്തിയപ്പോൾ മൊസാദ് കൊലപാതകം പദ്ധതിയിട്ടിരുന്നു. വലിയ ജനക്കൂട്ടമുണ്ടായതോടെ പദ്ധതി ഒഴിവാക്കുകയായിരുന്നെന്നും ഇറാനിലെ മുതിർന്ന 2 ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ദി ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നു. മറ്റൊരു അവസരത്തിനു വേണ്ടി മൊസാദ് കാത്തിരിക്കുകയാണ് പെഷസ്കിയാന്റെ സത്യപ്രതിജ്ഞ ഹനിയ വരുന്നത് വിവരമറിഞ്ഞത്. ഇറാന്റെ സൈന്യത്തിലുള്ള 2 പേരെ മൊസാദ് വിലക്കെടുക്കുകയായിരുന്നു അത്രേ. തെഹ്റാനിലെ ഇറാൻ വിപ്ലവ ഗാർഡിന്റെ ഗസ്റ്റ് ഹൗസിലാണ് ഹനിയ താമസിച്ചത്. ഇവിടെയുള്ള 3 മുറികളിൽ ഏജന്റുമാരെ ഉപയോഗിച്ച് മൊസാദ് ബോംബ് സ്ഥാപിക്കുകയായിരുന്നെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. പശ്ചിമേഷ്യയിലെ ശക്തരായ സൈന്യമാണ് ഇറാന്റെ വിപ്ലവ ഗാർഡ്. ഇറാനിൽ വിദേശത്തു നിന്നെത്തുന്ന VVIPകൾക്ക് സംരക്ഷണം നൽകുന്നത് ഈ സേനയുടെ പ്രത്യേക പരിശീലനം ലഭിച്ച അൽസാറുള്ള മഹ്ദി എന്ന വിഭാഗമാണ്. ഇവരുടെ സാന്നിധ്യമുള്ള സ്ഥലമാണ് തെഹ്റാനിലെ ഗസ്റ്റ് ഹൗസ്. കഴിഞ്ഞ ബുധനാഴ്ച രാത്രി 2 മണിക്കാണ് ഇവിടെ സ്ഫോടനമുണ്ടായതും ഹനിയ കൊല്ലപ്പെട്ടതും. റിമോട്ട് ഉപയോഗിച്ചാണ് ബോംബ് പൊട്ടിച്ചത്. ഏറ്റവും സുരക്ഷിതമെന്ന് ഇറാൻ കരുതുന്ന സ്ഥലത്ത് മൊസാദിന് എങ്ങനെ ബോംബുകൾ സ്ഥാപിക്കാൻ സാധിച്ചു എന്നതാണ് ഏവരെയും ഞെട്ടിക്കുന്നത്. ഇറാനിലുള്ളവരുടെ സഹായമില്ലാതെ ഇത് അസാധ്യമാണെന്ന് വ്യക്തം. തുടർന്നാണ് നിരീക്ഷണ ക്യാമറകൾ വിശദമായി പരിശോധിച്ചത്. 2 ഇറാൻ ഉദ്യോഗസ്ഥർ ഗസ്റ്റ് ഹൗസിലെ ഓരോ മുറികളിൽ കയറുകയും വേഗം ഇറങ്ങുകയും ചെയ്യുന്നതായി കണ്ടു. വൈകാതെ ഇവർ മുങ്ങി രാജ്യം വിട്ടുവെന്നും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ഹനിയയുടെ കൊലപാതകത്തിൽ ചില സംശയങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. മിസൈൽ ആക്രമണമാണ് നടന്നതെന്ന റിപ്പോർട്ടുകളുമുണ്ട്. 7000 പേരാണ് മൊസാദിൽ പ്രവർത്തിക്കുന്നത് എന്നാണ് വിവരം. ഓരോ വർഷവും $300 കോടി ഈ സംഘത്തിന്റെ പ്രവർത്തനത്തിന് ഇസ്രായേൽ മാറ്റിവെക്കുന്നത്. അമേരിക്കയുടെ CIA കഴിഞ്ഞാൽ ശക്തമായ ശൃംഖലയുള്ള ചാരസംഘടനയാണ് മൊസാദ്. മൊസാദിന്റെ ഘടന ഇപ്പോഴും അജ്ഞാതമാണ്. പലസ്തീനിലെ സായുധ സംഘങ്ങൾക്കിടയിൽ പോലും ഇവർക്ക് ചാരന്മാരുണ്ടെന്ന റിപ്പോർട്ടുണ്ട്. അതീവ രഹസ്യമായ ഓപ്പറേഷനുകൾ നടത്തുന്ന മൊസാദിന്റെ സംഘത്തെ മെഡ്സാദ എന്നാണ് വിളിക്കുക. ഇറാൻ പ്രസിഡന്റിന് ആദ്യ ദിനത്തിൽ തന്നെ വലിയ ഷോക്കാണ് ഇവർ നൽകിയതും.